എന്നാലും വലിയ തിരക്കിനിടയിൽ ഇവ കാഴ്ചകൾ കാണാൻ വേണ്ടി പ്രത്യേകം കമ്പ്യൂട്ടർ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. സത്യലോകത്തിൽ നിന്ന് സൃഷ്ടിയൊക്കെ നടത്തുന്നതിന്റെ ഇടയിൽ ഗംഗാതീരത്തിരുന്ന ശ്രീ ശുക മഹർഷി പരീക്ഷിതനെ ഭാഗവതം കൽപ്പിക്കാൻ പുറപ്പെടുന്നതും ദേവന്മാരൊക്കെ അവിടെ എത്തിച്ചേർന്നതും എല്ലാം കൂടി ബ്രഹ്മാവ് കണ്ടപ്പോൾ ബ്രഹ്മാവിന് അത്ഭുതമായി. എന്തൊരു കഥ! ഭാഗവതത്തിന് ഇത്ര വലിയൊരു മഹത്വമോ എന്ന് ബ്രഹ്മാവിന് തന്നെ ഒരു സംശയം. ഭാഗവതം അറിയാത്ത ആളല്ല, നിത്യേന ഭാഗവത പാരായണം ചെയ്യുന്ന ആളാണ് ബ്രഹ്മാവ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഭഗവാൻ ബ്രഹ്മാവിനെ ഭാഗവതം 4 ശ്ലോകമായിട്ട് ഉപദേശം കൊടുത്തിട്ടുണ്ട്. ചതുശ്ലോകി ഭാഗവതമാണ് ഈ ഭാഗവതത്തിന്റെ മൂലം. ആ ഭാഗവത ഉപാസന ചെയ്യുന്ന ബ്രഹ്മാവിന് തന്നെ ഞാൻ ദിവസേന ഭാഗവതം വായനയൊക്കെ പതിവുണ്ട് വെച്ചാലും വേണ്ടില്ല. ഇത്ര മഹത്വമോ ശ്രീമദ് ഭാഗവതത്തിന്? മറ്റൊന്നിനുമില്ലാത്തതായ മഹത്വം ഭാഗവതത്തിനുണ്ടോ എന്നുള്ളൊരു സംശയം. ഒരു സംശയം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം കിട്ടില്ല. ആ സംശയം തീർന്നാലേ സമാധാനം കിട്ടുള്ളൂ. അത്തരത്തിൽ ബ്രഹ്മാവ് ആ സംശയം തീർക്കാൻ തീരുമാനിച്ചു. സംശയ നിവൃത്തിക്കായിട്ടൊരു പരീക്ഷണത്തിനായിട്ട് പുറപ്പെട്ടു. ബ്രഹ്മലോകേ തുലാം ബദ്ധ്വാതോലയൽ സാധനാന്യൻ. ബ്രഹ്മാവ് അവിടെ ഒരു തുലാഭാരം നടത്താൻ തീരുമാനിച്ചു. തനിക്കുണ്ടായ സംശയം തീർക്കാൻ ഗുരുവായൂരപ്പനൊരു തുലാഭാരം നടത്താൻ തീരുമാനിച്ചു. തുലാഭാര തട്ടിന്റെ ഒരു തട്ടിൽ ശ്രീമദ് ഭാഗവതമാകുന്ന മഹാപുരാണം എടുത്തു വെച്ചു. ഭാഗവതത്തിനോളം മഹത്വം മറ്റേതൊരു വേദത്തിനാണ്, പുരാണത്തിനാണ്, ഉപനിഷത്തിനാണ് എന്ന് പരീക്ഷിക്കാനാണ് ഈ തുലാഭാരം. അപ്പൊ ഒരു തട്ടിൽ ഭാഗവതം എടുത്തു വെച്ചു, മറ്റേ തട്ടിൽ വേദങ്ങൾ 4, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ശാസ്ത്രങ്ങൾ എന്ന് വേണ്ട സർവ ശ്രേയോ മാർഗത്തിൻ്റെതായ ഗ്രന്ഥങ്ങളും മറ്റേ തട്ടിൽ എടുത്തു വെച്ചു. പക്ഷെ തുലാഭാരം നടത്താൻ ബ്രഹ്മാവിന് പറ്റിയില്ല. ഈ ഭാഗവതം ഇരുന്ന തട്ട് അങ്ങനെ അനങ്ങാണ്ടിരിക്കുക. തുലാഭാരം നടത്തുമ്പോൾ അങ്ങനെയാണ്, ഒരു തട്ടിൽ നമ്മൾ പോയിരിക്കും. എന്തുകൊണ്ടാണ് തുലാഭാരം വേണ്ടത്? അതനുസരിച്ച് ശർക്കരയോ പഞ്ചസാരയോ എണ്ണയോ ഒക്കെ മറ്റേ തട്ടിൽ ഇങ്ങനെ എടുത്തു വെക്കും. അങ്ങനെ എടുത്തു വെച്ച് ആ ഭാരം തുല്യമാകുമ്പോഴാണല്ലോ, തുലാസ് ഇങ്ങനെ തുല്യമായിട്ട് വരുമ്പോഴാണല്ലോ തുലാഭാരം വഴിപാട് ഗുരുവായൂരപ്പന് സമർപ്പിക്കാറ്. എന്നതുമാതിരി ഭാഗവതം ഒരു തട്ടിൽ എടുത്തു വെച്ചു. അതിന് തുല്യമായിട്ടുള്ള വേദങ്ങൾ ഏതാ, പുരാണങ്ങൾ ഏതാ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മറ്റേ തട്ടില് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് അവസാനം ഒന്നും എടുത്തു വെക്കാനുണ്ടെങ്കിൽ ഭാഗവതരും തട്ടാൻ കിട്ടൂല. തുലാഭാരം നടന്നിട്ടിപ്പോ നടന്നില്ലല്ലോ എന്നായി ബ്രഹ്മാവനാകെ പല സംഘടന. ഏതായാലും മറ്റേ തട്ടുന്നെല്ലാം താഴത്തേക്ക് എടുത്തു വെച്ചു. ആ തട്ടിലും ശ്രീമദ് ഭാഗവതം തന്നെ എടുത്തു വെച്ചപ്പോഴാണ് ഭാഗവതത്തിന് തുല്യമായി ഭാഗവതം മാത്രമേ ഉള്ളൂ എന്ന് ബ്രഹ്മാവിന് ബോധ്യപ്പെട്ടത്. സപ്താഹം 7 ദിവസം കഴിഞ്ഞ് പരീക്ഷിത്ത തക്ഷകന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെട്ട് മുക്തി പ്രാപിക്കണം. മരണത്തെ തരണം ചെയ്തുകൊണ്ട് ഭഗവാന്റെ പാദത്തിലേക്ക് ഇത് എത്തിച്ചേരണം. ആ കാഴ്ച കൂടി കണ്ടപ്പോഴാണ് ബ്രഹ്മാവ് ഈ തുലാഭാരം നടത്തിയിട്ട് ഭാഗവത മഹാത്മ്യം ബോധ്യപ്പെട്ടുകൊണ്ട് ഇനി തനിക്ക് സമാധാനായിട്ട് പടച്ചുവിടാം എന്ന് തീരുമാനമായത്. അതുവരെ അങ്ങനെ അവിടുന്ന് ആൾക്കാരെ പടച്ചുവിടുന്നു മാത്രമേ ഉള്ളൂ. പടച്ചുവിട്ടവരെ കിടക്കുന്ന വെട്ടംതിരിയാന്നല്ലാണ്ട് ആരും രക്ഷപ്പെട്ടായിരുന്നില്ല. രക്ഷപ്പെടാനുള്ളതായ വഴികൾ പലതും ഉണ്ടാച്ചാലും വലിയ വഴികളൊന്നും ആരും സ്വീകരിച്ചായിരുന്നില്ല. ഇപ്പൊ ബ്രഹ്മാവിന് സമാധാനമായി. ഞാനിവിടുന്ന് സൃഷ്ടിക്കുന്നവരായ, ജന്മം കൊടുക്കുന്നവരായ ഓരോ ജീവന്മാർക്കും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും എളുപ്പത്തിൽ കരകയറാൻ ഇതാ ഒരു എളുപ്പവഴി. ഭാഗവതത്തെ ആശ്രയിച്ചാൽ മതി. ആരെങ്കിലും ഒരാൾ ശ്രീമദ് ഭാഗവതത്തിന്റെ മുമ്പിൽ വന്നിരുന്ന് കാതോർത്ത് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അവിടുന്ന് നമ്മുടെ ഏറ്റവും വലിയ കാരണവരായ ബ്രഹ്മാവിന്റെ കൈകള് ശിരസിൽ വന്ന് വീഴും. നീ നേരെയോട്ടോ എന്നുള്ള എനിക്ക് ബ്രഹ്മാവ് അനുഗ്രഹിച്ചവനെ നേരെയോണ്ടിരിക്കുമോ? അങ്ങനെ ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് സർവരും അനുഗ്രഹിക്കണോ. ദേവന്മാര്, പിതൃക്കള്, ഋഷികള്, എല്ലാ മഹർഷിമാരും ഭാഗവതത്തിന് മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കണോ. ഇനിയും കേൾക്കാനുള്ളതായ അവസരം ഉണ്ടാവട്ടെ എന്ന് അവരുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് വീണ്ടും വീണ്ടും കേൾക്കാനായിട്ടും കേൾക്കും തോറും നമ്മുടെ സർവ്വവിധ സംശയങ്ങൾ തീരാനായിട്ടും വിശ്വാസം, ആദ്യമൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല, അതെന്തോ ഒരു സദസ്സിൽ ഇങ്ങനെ ആൾക്കാർ ചെന്നിരിക്കുന്നത് കണ്ട് പോയിരുന്നു അത്രയേ ഉള്ളൂ. എന്നാലും വേണ്ടില്ല, പിന്നീട് ആ വിശ്വാസം വർദ്ധിച്ച് ഇനി ഒരിക്കലും എനിക്ക് വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നതായ അവസ്ഥയിലേക്ക് ഭഗവാൻ നമ്മളെ എത്തിക്കണോ. അതാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം. ഇങ്ങനെ ദേവന്മാർക്ക് പോലും ദുർലഭമാണ് എന്നുള്ള കാര്യവും
ബ്രഹ്മാവ് തുലാഭാരം നടത്തി ഭാഗവതത്തോളം മഹിമയുള്ളതായി മറ്റൊന്നുമില്ല എന്നത് തെളിയിച്ചതായ കാര്യവും മഹാത്മ്യമായിട്ട് ഇവിടെ സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ മഹാത്മ്യം പറയാൻ പുറപ്പെടുക വെച്ചാൽ അത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഭാഗവത്തിന്റെ മഹാത്മ്യം ഓരോന്നോരോന്നായിട്ട് ഇനി ഓരോരുത്തരുടെയും അനുഭവങ്ങളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ശരിയാട്ടോ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞ് മുഴുവനെയാക്കാൻ പറ്റണതല്ല. ഈ പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലെ ചിത്രീകരണത്തിൽ അതിപ്രധാനമായിട്ടുള്ളൊരു കഥാഭാഗം ഇനിയുള്ള 4-5 അധ്യായങ്ങളുണ്ടത് നാരദന്റെ സംശയവും. അങ്ങനെ നാരദൻ ഒരു സപ്താഹയജ്ഞം നടത്തുന്നത് വേണം. ഞാനിത് ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ നമുക്ക് ഇന്നത്തെ ഈ സത്സംഗം പറഞ്ഞിതിങ്ങനെ എവിടേക്കൊക്കെയോ അമേരിക്കയിലുള്ളതായ വഴി പോലെ പോവുകയാണ്. എവിടെയാണ് ഒരു ഫുൾ സ്റ്റോപ്പ് വേണ്ടതെന്ന് ശരിയാണ്ടാവും. ഭാഗവത്തിന്റെ മഹാത്മ്യാണ്. ഈ വലിയൊരു സാഗരത്തിലേക്ക് മനസ്സനുസരിച്ച് ലയിച്ചാൽ എത്ര രത്നങ്ങളാണ്, കഥാ രസങ്ങളാണെന്ന് കണക്കില്ല. ഏതായാലും പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ 6 അധ്യായങ്ങളാണ് ഭാഗവത മഹാത്മ്യം. ഇതിൽ ആദ്യത്തെ അധ്യായത്തിലാണ് ഈ ബ്രഹ്മാവിന്റെ തുലാഭാരം നടത്തലും ദേവന്മാർക്ക് പോലും ദുർലഭമാണ് എന്നുള്ളതായ ആ കഥകളൊക്കെ ചിത്രീകരിച്ചത്. പിന്നെ നാരദ മഹർഷിയുടെ ഒരു ഭൂലോക പര്യടനം, കലിയുഗം തുടങ്ങി കോലാഹലങ്ങള്, മതമത്സരങ്ങള്, ഭീകരതകള്, മനുഷ്യത്വം വിട്ട് അധപ്പതിക്കുന്നതായ ആ ഒരു അധപ്പതനങ്ങള് വർദ്ധിച്ചു വരുന്നു. ഇതെല്ലാം കാലത്തിന്റെ സ്വഭാവമാണ് എന്ന് നാരദന് അറിയാം. എന്നാലും വേണ്ടില്ല, ഇങ്ങനെയുണ്ടോ ഒരു കാലം എന്ന രീതിയിൽ നാരദൻ ഒരു പര്യടനവുമായിട്ട് അങ്ങനെ യാത്രയുമായിട്ട് സഞ്ചരിച്ചു. നാരദൻ ചെല്ലുന്നയിടത്തെല്ലാം അദ്ദേഹത്തിന് കൊണ്ടേർന്നില്ല എന്നുള്ള രീതിയിലുള്ള കാഴ്ചകളെ കാണേണ്ടി വന്നത്. സത്യം നാസ്തി തപശൗചം ദയാ ദാനം ന വിദ്യതേ. സത്യമില്ല, തപസ്സില്ല, ദയയില്ല, സൽസ്വഭാവങ്ങളൊന്നുമില്ല. ഉദരം ഭരിണോ ജീവാഹ. എല്ലാവരുടെയും ഓട്ടം ഈ അരക്ഷാൻ വയറു നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഓട്ടമാണ്. കഷ്ടമെന്ന് നാരദന് തോന്നിയിട്ടാണ് ഓരോരോ കുടുംബവുമായിട്ട് കഴിയണവരുടെയും അടുത്തേക്ക് ആദ്യം യാത്ര തിരിച്ചത്. ഒരു കുടുംബത്തിലും ശാന്തിയോ സമാധാനമോ പരസ്പര വിശ്വാസമോ സ്നേഹമോ ധർമ്മമോ ഒന്നുമില്ല എന്ന് കണ്ടപ്പോഴാണ്, അങ്ങനെ കുടുംബങ്ങളിലുള്ള അശാന്തി വർദ്ധിക്കുമ്പോഴല്ലേ ആ കുടുംബങ്ങൾക്ക് വേണ്ടതായ ശാന്തിക്ക് വേണ്ടി അടുത്തൊരു അമ്പലവും ശാന്തിക്കാരനും ക്ഷേത്രവും, അത്തരം ക്ഷേത്രങ്ങളിലേക്ക് നാരദൻ ചെന്നപ്പോഴാണ് ദേവതായതനാന്യത്ര ദുഷ്ടൈർ നഷ്ടാനി ഭൂരിശ. ദേവതായതനങ്ങളെല്ലാം ക്ഷേത്രങ്ങളെല്ലാം വ്യാവസായിക ശാലകളായി മാറുന്നതായ കാഴ്ച നാരദന് കാണാൻ സാധിച്ചു. നാരദനാണ് കൃഷ്ണ രാമ ഗോവിന്ദ നാരായണ നാമം ജപിച്ചുകൊണ്ട് ഒന്ന് തൊഴുതു വരാമെന്ന് വിചാരിച്ചാൽ പുറപ്പെടുക. തൊഴുതു വരാമെന്ന് വിചാരിച്ചാൽ അമ്പലത്തിൽ ചെല്ലുമ്പോഴാണ് കൗണ്ടറിന്ന് ആൾക്കാരൊക്കെ കൂടിയിട്ട് നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ വട്ടത്തിരിക്ക് പോയാൽ എന്താ കാര്യം? എന്തെങ്കിലും വഴിപാട് കഴിക്കണ്ടായി. ഇവിടെ വഴിപാട് കഴിക്കാൻ എന്തെങ്കിലും ഒന്നുമില്ല. അമ്പലത്തിലേക്ക് പോക്ക് വേണ്ടാന്ന് വെച്ചു. പിന്നെയാണ് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ചെന്നത്. പല തീർത്ഥങ്ങളിലും ചെന്നപ്പോൾ അവിടെയെല്ലാം ആ തീർത്ഥക്കരകളില് അവിടെയും പണം സമ്പാദിക്കുന്നവരെയാണ് നാരദന് കാണാൻ സാധിച്ചത്. എന്നാൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിലൊന്ന് എത്തിച്ചേർന്ന നിലയ്ക്ക് ഒന്ന് കുളിച്ചു പോകാന്ന് വിചാരിച്ചാൽ ശുദ്ധമല്ല ചെയ്യാൻ. അത്ര അഴുക്കായിട്ട് മാറിയിരിക്കണോ തീർത്ഥങ്ങളെല്ലാം. കേരളത്തിൽ ഭാരത പുഴയിലൊക്കെ തീർത്ഥ കരയിൽ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ തന്നെ കുളിക്കാൻ പറ്റില്ല, മണലിൽ തന്നെ കുളിക്കാൻ പറ്റില്ല. മണലെന്നില്ലാത്തൊരവസ്ഥ അത്തരത്തിലായി മാറിയിരിക്കുന്നു തീർത്ഥങ്ങളെല്ലാം. ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ, തീർത്ഥങ്ങളുടെ അവസ്ഥ ഒക്കെ കണ്ടപ്പോൾ, എന്നാൽ ഇനി ഒരു സമാധാനത്തിന് എവിടെയെങ്കിലും ആശ്രമത്തിൽ പോയിട്ട് കുറച്ചു നേരം നാമം ജപിച്ചിരിക്കുക എന്ന് വിചാരിച്ചു നാരദനൊരു ആശ്രമത്തിലേക്ക് പുറപ്പെട്ടപ്പോഴാണ് ആ ആശ്രമങ്ങളിലെല്ലാം ആശ്രമായവനൈരുദ്ധാഹ. അവിടെയൊന്നും വിശ്വാസമുള്ളവരല്ല, ഭക്തിയുള്ളവരല്ല, എല്ലാം ഗവേഷണശാലകളാണ്. പണ്ട് മഹർഷിമാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിനെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന രീതിയിലുള്ളതായ ആ സംശയാസ്പദമായ രീതിയിൽ അതിനെല്ലാം ഗവേഷണം ചെയ്യുന്നതായ ആ ഗവേഷണശാലകളായിട്ടാണ് ആശ്രമങ്ങൾ
കാണാൻ സാധിച്ചത്. ഒരാളും വിശ്വാസമില്ലാത്തവരായില്ല. അമ്പലത്തിലുള്ളവർക്കും വിശ്വാസമില്ല, തീർത്ഥ കരയിലുള്ളവർക്കും വിശ്വാസമില്ല, ആശ്രമത്തിലുള്ളവർക്കും വിശ്വാസമില്ല. ഒരാളും വിശ്വാസമില്ലാത്തവരായില്ലോ. എല്ലാവരും വിശ്വാസമുള്ളവരാവട്ടെ, എല്ലാവരും ഭക്തിയുള്ളവരാവട്ടെ, എല്ലാവരും പരസ്പര സഹകരണമുള്ളവരാവട്ടെ, എല്ലാവരും പ്രേമമുള്ളവരാവട്ടെ എന്ന ഉദ്ദേശത്തിലല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രേമാവതാരം സ്വീകരിച്ചത്. യമുനാതീരത്ത് നന്ദകുമാരനായ യശോദ കിശോരനായിട്ട് ഓടിച്ചാടി കളിച്ചത്. ആ ഭഗവാന്റെ നൃത്തം നടന്നതായ യമുനാതീരത്തെങ്കിലും കുറച്ച് വിശ്വാസമുള്ളവരെയോ ഭക്തിയുള്ളവരെയോ കാണാൻ സാധിച്ചാൽ സമാധാനം എന്ന് വിചാരിച്ച് നാരദൻ നേരെ തന്റെ യാത്ര യമുനാതീരത്തേക്ക് തിരിച്ചു. ആകാശമാർഗം അദ്ദേഹം പോകുമ്പോൾ താഴെ ഒരു ദീനരോദനം കേട്ടു. മഹർഷയെ എന്നെ ഒന്ന് സമാധാനിപ്പിക്കണേ. ആരാണ് ഇത്തരത്തിൽ വിഷമിച്ച് സമാധാനിപ്പിക്കണേ എന്ന് പറയണത്? നാരദൻ താഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു യുവതിയാണ്. അടുത്ത് തന്നെ രണ്ടുപേര് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഏതായാലും രക്ഷിക്കണേ തന്നോട് പറഞ്ഞതല്ലേ. നാരദൻ നേരെ താഴെ ഇറങ്ങി വന്നു. ദേവിയോട്, ഭവതി ആരാണ്? ഈ കിടന്നുറങ്ങണതായ കുട്ടികൾ ആരാണ്? ഇത് കേട്ടപ്പോ കൂടുതൽ സങ്കടമായി കൊണ്ടത്, കരഞ്ഞുകൊണ്ടത്. എന്നെ അങ്ങക്ക് പോലും കണ്ടാലും മനസ്സിലാവേണ്ടയായല്ലോ. എന്നെ അറിയാത്ത ആളല്ല അങ്ങ്. ഞാൻ ഗുരുവായൂരപ്പന് ഏറ്റവും വേണ്ടപ്പെട്ടവളായിരുന്നു. ഗുരുവായൂരപ്പൻ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് നീ പോയിക്കോളൂ, ഈ കുട്ടികളെയും കൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടതാണ്. ഞാൻ അപ്രകാരം ദ്രാവിഡ ദേശങ്ങളിൽ വന്ന കർണാടകം വഴി ഇപ്പോൾ ഇത് ഈ യമുനാതീരത്ത് വൃന്ദാവനത്തിൽ എത്തിപ്പെട്ടതായ ഭക്തി മഹാറാണിയാണ്. ഇവരെന്റെ കുട്ടികളായ ഞാന് വൈരാഗ്യങ്ങളാണ്. ഇവരെയും കൊണ്ട് എങ്ങനെയോ ഇവിടെ വരാൻ എനിക്ക് സാധിച്ചു. എനിക്ക് സംസാരിക്കാനെങ്കിലും പറ്റുന്നുണ്ട്. ഇവരുടെ ഈ ഉറക്കം ഉണർത്താൻ പറ്റാത്തത് കൊണ്ടാണ് വിഷമം. ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഉണർത്തണേ എന്ന് ഭക്തി അപേക്ഷിച്ചപ്പോ, ഓ അത് ശരി, ദേവി ഭക്തിയാണല്ലേ, ഞാൻ ആളെ മനസ്സിലായില്ല, കുട്ടികള് ജ്ഞാന വൈരാഗ്യങ്ങളാണല്ലേ, ഞാൻ അവരെ ഒന്ന് ഉണർത്താൻ വേണ്ടി ശ്രമിക്കാം എന്ന് പറഞ്ഞ് നാരദ മഹർഷി വേദവേദ അന്തപാഠ ഇഷ്ട വേദവേദാന്ത പാഠങ്ങളൊക്കെ ചൊല്ലിക്കളിപ്പിച്ചവരെ ഉണർത്താൻ ശ്രമിച്ചിട്ട് അവർ ഉണരണില്ല. ഗീതാപാഠമുഹുർമുഹു ഗീതാജ്ഞാന യജ്ഞങ്ങളൊക്കെ നടത്തിയപ്പോ ഉണർന്നില്ല എന്ന് പറയാൻ നിർത്തിയില്ല. ഒന്നങ്ങനെ കണ്ണു വിളിച്ച് ആദ്യം ഉറക്കം തന്നെയായി. നാരദ മഹർഷിക്ക് ഇപ്പൊ എന്താ വേണ്ടതെന്നുള്ളതായ പരിഭ്രമായി. ഭക്തിയാവട്ടെ പൊട്ടിക്കരഞ്ഞ് കാൽക്കൽ വീണ് എന്നെ ഉപേക്ഷിച്ചു പോകരുത് കേട്ടോ. പണ്ട് കയാധുവിന്റെ ഗർഭത്തിൽ വളർന്നു വരുന്ന അസുര സന്തതിയായ പ്രഹ്ലാദനെ ഭാഗവതം കേൾപ്പിച്ച് പരമഭക്തനാക്കിയതങ്ങല്ലേ. 5 വയസ്സ് പ്രായമുള്ള ധ്രുവനെ ദ്വാദശാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രോപദേശം ചെയ്ത് ധ്രുവലോകത്തിൽ എത്തിച്ചത് അങ്ങല്ലേ. അതുകൊണ്ട് എന്നെയും എന്റെ കുട്ടികളെയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേ എന്ന് ഭക്തി പ്രാർത്ഥിച്ചപ്പോ നാരദനെ സമാധാനിപ്പിച്ചു. പരിഭ്രമിക്കാണ്ടിരിക്കൂ. പരിഭ്രമിച്ചതുകൊണ്ട് സമാധാനമൊന്നുമില്ല. പണ്ടാ പാഞ്ചാലി മാറത്തടിച്ച് മാനം കാക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചേലയായി പൂഞ്ചേലയായി വന്ന ഗുരുവായൂരപ്പൻ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. ആശ്രയിച്ചവരെ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കാൻ ഭഗവാൻ ഇന്നും ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ദേവി പരിഭ്രമിക്കണ്ട എന്ന് ദേവിയെ ഭക്തിയെ നാരദൻ സമാധാനിപ്പിക്കുമ്പോൾ ഒരാകാശവാണി കേട്ടു. ഇവരെ സമാധാനിപ്പിക്കാൻ ഉള്ള എളുപ്പവഴി സജ്ജനങ്ങള് പറഞ്ഞു തരും. ഭക്തിയെ സമാധാനിപ്പിച്ചുകൊണ്ട് നാരദനോടും തിരിച്ചു. കാണുന്നവരോട് യമുനാതീരത്ത് ഞാനിങ്ങനെ ഒരു കാഴ്ച കണ്ടു. എന്നെ കൊണ്ട് ആ ഭക്തിയെയോ ജ്ഞാനവൈരാഗ്യങ്ങളെയോ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഞാൻ എന്താണ് ഒരു പരിഹാരം ചെയ്യേണ്ടത് എന്ന് പലരോടും ചോദിക്കണു. നാരദൻ ഇങ്ങനെ ചോദിച്ചാൽ പരിഹാരം പറഞ്ഞു കൊടുക്കാൻ ആർക്കാണ് സാധിക്കുക? പരിഹാരം പറഞ്ഞു കൊടുക്കാൻ ഒരാൾക്കും സാധിക്കാണ്ട് വരണു. നാരദൻ നേരെ വടക്ക് ഹിമാലയ തപോവനത്തിൽ എത്തിച്ചേരണു. അവിടെയാണ് ബദരികാശ്രമം. ഭഗവാൻ തന്നെ തപസ് ചെയ്യണതായ നാരായണമൂർത്തിയുടെ നരനാരായണ മഹർഷിമാരുടെ ആശ്രമം. അവിടേക്ക് നാരദ മഹർഷി എത്തിച്ചേർന്നു. ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനോട് തന്നെ ചോദിക്കാന്ന് വിചാരിച്ച് ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴാണ് മുമ്പിൽ ഭഗവാനല്ല, 4 പേര് തന്റെ ഏട്ടന്മാര്. നാരദന്റെ ഏട്ടന്മാരാണ് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ് സനകാദികൾ. ആ സനകാദികളെ 4 പേരെയും കൊണ്ട് നാരദ മഹർഷി വന്ദിച്ചു. അപ്പൊ സനകാദികളെ ഏട്ടന്മാർ ചോദിച്ചു, ഉണ്ണി നാരദ എന്താ മുഖത്തൊരു വിഷാദം? ഉണ്ണി എപ്പോഴും നാമജപിച്ചുകൊണ്ട് സന്തോഷമായിട്ട് നടക്കണമല്ലേ, എന്താണ് ഒരു പ്രസന്നത കുറവെന്ന് ചോദിച്ചു. അപ്പൊ നാരദൻ തന്റെ യാത്രാ വിവരണം, യമുനാതീരത്ത് ഭക്തിയെ കണ്ടത്, അവരുടെ കഷ്ടപ്പാടുകള് ഓരോന്നായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു. എങ്ങനെ അവരെ രക്ഷപ്പെടുത്താമെന്ന് ചോദിച്ചു. അപ്പൊ സനകാദികൾ പുഞ്ചിരിച്ചുകൊണ്ട് ഭക്തി ശാസ്ത്രം
വേദവ്യാസനെ കൊണ്ട് എഴുതിപ്പിച്ചത് അങ്ങാണ്. എന്നിട്ടാണോ ഇങ്ങനൊരു മറവ് വന്നത്? ആ ഭാഗവതം കൊണ്ട് എത്ര അധപ്പതിച്ചതായ അവസ്ഥയിൽ നിന്നും ഭക്തിയെയും ജ്ഞാനവൈരാഗ്യങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാം. അപ്പൊ നാരദന് തന്നെ കാര്യം, ഞാൻ പണ്ട് വേദവ്യാസനടുത്ത് നിന്ന് അദ്ദേഹത്തിന് സമാധാനാവാൻ വേണ്ടി ഭാഗവതം പറഞ്ഞു കൊടുക്കുക ഉണ്ടായിച്ചാൽ വേണ്ടില്ല. ഭാഗവതത്തിന് ഇത്രയൊക്കെ മഹാത്മ്യം ഉണ്ടോ എന്ന് നാരദന് തന്നെ സംശയം. ഇങ്ങനെ സംശയിച്ചാലോ? ഭാഗവതം പോലെ ഇത്രയും മഹത്വമേറിയതായിട്ട് മറ്റെന്താ ഉള്ളത്? അപ്പൊ വേദത്തിനോ വേദാന്താദി വിഷയങ്ങളൊക്കെ പുരാണങ്ങളൊക്കെ ഒന്നും ശാസ്ത്രങ്ങളൊക്കെ ഒന്നും മാഹാത്മ്യമില്ല എന്നാണോ? മാഹാത്മ്യമില്ല എന്ന് പറഞ്ഞില്ലല്ലോ, അതിനൊക്കെ മാഹാത്മ്യമുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മഹത്വമാണ് ഭാഗവതത്തിന് എന്ന് മാത്രം. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദ അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം മുഹുരഹോ രസിക ഭാവുകാഹ. രസികന്മാരെ, ഭാഗ്യവാന്മാരെ, ഭാവനാശീലമുള്ളവരെ, വേദമാകുന്ന കൽപ്പക വൃക്ഷത്തിൽ നിന്ന് അമൃതരസ സ്വരൂപമായിട്ട് ശ്രീശുക മഹർഷിയുടെ അമൃതവാണിയായിട്ട് ഒഴുകിയതാണ് ഈ ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതത്തോളം മഹത്വം മറ്റൊന്നിനുമില്ല. മാവിന്റെ ഇലയ്ക്കായാലും തൊലിക്കായാലും വേരിനായാലും മധുരമുണ്ടോ? എന്നാൽ ആ മാവിൽ തന്നെയാണ് മധുര മാമ്പഴം ഉണ്ടാവുന്നത്. ആ മാമ്പഴത്തിന്റെ മധുര രസം പോലെയാണ് ഈ ശ്രീമദ് ഭാഗവത രസം. ഇത് ആസ്വദിച്ചാൽ ഒരാളൊക്കെ മതി വരില്ല. ആലയം, ലയം പ്രാപിച്ചവര്, മോക്ഷം പ്രാപിച്ചവര്, അവര് പോലും ഭാഗവതത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. കരിമ്പ് കടിച്ചു തിന്നാൻ പല്ലുള്ളവർക്കേ പറ്റുള്ളൂ. അതേ കരിമ്പിന്റെ രൂപാന്തരമായ കൽക്കണ്ടമാവട്ടെ ശർക്കരയാവട്ടെ നാവിൽ വെക്കുക വേണ്ടു. അതിമധുരമാണ് എന്നതുപോലെ ഈ ഭാഗവതം ആദ്യം മുതൽ അവസാനം വരെ മധുരമായതാണ്. പാല് പെട്ടെന്ന് കേടുവന്നു പോകും. അതേ പാലിനെ രൂപാന്തരപ്പെടുത്തി നല്ല നെയ്യാക്കി വെച്ചു കഴിഞ്ഞാൽ, സ്ഫടിക പാത്രത്തിൽ വെച്ചു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കുന്നു. മാത്രമല്ല, വടക്കുനാഥന് നിത്യേന നെയ്യഭിഷേകമുണ്ട്. ആ നെയ്യിന്റെ കാലപ്പഴക്കം ചെല്ലുന്തോറും അതിന്റെ ഔഷധ ഗുണം കൂടുകയാണ് എന്നതുപോലെ ഈ ഭാഗവതത്തിന്റെ രസം മാറി വരുന്ന കലിയുഗത്തിന്റെ കോലാഹലത്തിനിടയിൽ കൂടുതൽ കൂടുതൽ ആസ്വാദ്യകരമായിട്ട് മാറുകയാണ് ചെയ്യുക. അല്ല, ഇത്രയൊക്കെ മധുരാണ് ശ്രീമദ് ഭാഗവതം എങ്കിൽ അതൊന്ന് കേൾക്കാൻ എനിക്ക് കൂടി മോഹമെന്നായി നാരദ മഹർഷി. സപ്താഹമായി 7 ദിവസമായി ആ ഭാഗവത കഥകൾ പാടാൻ സനകാദികൾ തയ്യാറായി. നാരദൻ എല്ലാവരെയും വിവരമറിയിച്ചു. ഏട്ടന്മാര്, സനകാദികൾ 4 പേര്, അങ്ങനെയൊന്നും അവരെ വായനയ്ക്ക് കിട്ടണതല്ല, എന്നാലും വേണ്ടി അവർ വായന ഇട്ടിട്ടുണ്ട്. എല്ലാവരും സപ്താഹത്തിന് വരണം. നാരദൻ തന്നെ കമ്മിറ്റിക്കാരനായി എല്ലാവരെയും വിവരറിയിച്ചു. ഹിമാലയ തപോവനത്തിൽ കണ്ണടച്ച് അന്തർമുഖ സമാരാധ്യന്മാരായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന യോഗികളുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് ഒരു 7 ദിവസം ആശ്രമമൊക്കെ കൂട്ടിയിട്ടെ ഗംഗാതീരത്തേക്ക് വിദേശം. അവിടെ കാലത്ത് കാപ്പി മുതൽ പലഹാരമായിട്ടും ചുറ്റൂണൊക്കെ ആയിട്ട് 7 ദിവസം സുഖമായിട്ട് സാപ്പാട് വിളിച്ചു കൂടാം. കേട്ടിരിക്കും അത്രേ വേണ്ടു എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ പലരും നാരദന്റെ ഈ ക്ഷണക്കത്ത് കിട്ടിയപ്പോ കുറെ ആൾക്കാർ പണ്ട് ശ്രീശുക മഹർഷിയുടെ സപ്താഹം നടന്നതായിട്ടുള്ള കാര്യം കേട്ടിട്ടുണ്ട്. അന്ന് വരാൻ പറ്റാത്തവരും അന്ന് വന്നവരും എന്നാ ഒന്നുകൂടി കേൾക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇത് ഗംഗാതീരത്തേക്ക്, ആനന്ദ തടം എന്നതായ ഗംഗാതീരത്തേക്ക് എത്തിച്ചേരണോ. നാരദ മഹർഷി സപ്താഹത്തിന്റെ നിശ്ചയിച്ചതായ ആ ദിവസമായി വന്നതായ സദസ്സരെ കണ്ടപ്പോ സന്തോഷമായി. സനകാദികൾ ആ മാഹാത്മ്യത്തിനായിട്ട് പുറപ്പെട്ടു. നാരദന് കാര്യം സന്തോഷമായി. ഈ ഗംഗാതീരത്ത് ഇത്രയും ആൾക്കാർ വന്നുവല്ലോ എന്നുള്ളതായ സന്തോഷമായി. ഇത്രയും ആൾക്കാർ വന്നുവല്ലോ എന്നുള്ളതായ സന്തോഷമായപ്പോ ഇനി കുറച്ചും കൂടി ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ വരാമായിരുന്നു. ഹൗസ്ഫുൾ ഒന്നും ആയിട്ടില്ല. കുറച്ചും കൂടി ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ വരാമായിരുന്നു. എന്താ അപ്പൊ അവര് വരാണ്ടിരിക്കാൻ കാരണം എന്ന് ആലോചിച്ചു. അവര് വരാണ്ടിരിക്കാൻ കാരണം വിവരം കിട്ടാനിട്ടാവില്ല, വേണ്ടാന്ന് വെച്ചിട്ടും ആവില്ല. 2 ദിവസം ഉണ്ടല്ലോ, നാളെ കഴിഞ്ഞിട്ടാവാം, പിന്നീട് അറിയാമോ, കഴിയുമല്ലേ. ഏതായാലും ഇല്ല, അവരുടെ പ്രാരബ്ധം കൊണ്ടാണ് വേണ്ടാന്ന് വെച്ചിട്ടില്ലേ. ഓരോരുത്തരും അവരുടെ പ്രാരബ്ധം കൊണ്ടാണ് ഇവിടേക്ക് വരാൻ പറ്റാണ്ടിരിക്കുന്നത്. ഈ പ്രാരബ്ധം കൊണ്ടാണ് വരാൻ പറ്റാണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് നാരദൻ ചോദിച്ചു, ഏത് പ്രാരബ്ധമായാലും ഭാഗവതം കേൾക്കാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രാരബ്ധവും തീരുമോ, അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും തീരുമോ എന്നൊരു സംശയം നാരദൻ ചോദിച്ചു. സനകാദികൾ പറഞ്ഞു, എന്താ ഇങ്ങനെ സംശയിക്കുന്നത്? വീണ്ടും ഭാഗവതം കേൾക്കാൻ ഒരാൾ കാതോർത്തിരുന്നാൽ അവരുടെ എല്ലാ ദുരിതങ്ങളും തീരും. ഇനി അയാള് ഒരു പ്രേതമായാൽ പോലും, ഈ പ്രേതമായാലും രക്ഷപ്പെടുമോ എന്നായി നാരദന് സംശയം. പ്രേതമായാലും രക്ഷപ്പെടും
എന്നതിനുള്ളതായ ഒരു ഉദാഹരണ കഥയാണ് പിന്നത്തെ 2 അധ്യായത്തിൽ. ധുന്ധുകാരിയുടെ കഥ വലിയ കഥയാണ്, ചെറുകഥയായിട്ട് നമുക്ക് പറയാം. ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ, തുംഗഭദ്ര നദീതീരത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഗൃഹം. ഭാര്യ ധുന്ധുളി കല്യാണം കഴിഞ്ഞ് അനവധി കാലമായിട്ടും സന്തതികളില്ലാത്തത് കൊണ്ട് ആത്മദേവൻ ആത്മഹത്യക്കായിട്ട് പുറപ്പെട്ടു. ഒരു കാട്ടിലെത്തിച്ചേർന്നു. അവിടെ വെച്ചൊരു യോഗിയെ കണ്ടുമുട്ടി. ആ യോഗി ഒരു ജപിച്ച പഴം കൊടുത്തു. ആ പഴം കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ അത് കഴിച്ചില്ല. അനീതിയുമായിട്ട് കൂടി ആലോചിച്ച ആ പഴം പയ്യന് കൊടുത്തു. പയ്യ പ്രസവിക്കാണ്ട് കുറെ കാലമായി നിൽക്കുന്നു. അത് പ്രസവിച്ച ആരെങ്കിലും കൂട്ടുമെന്ന് വിചാരിച്ച ആ പഴം പയ്യന് കൊടുത്തു. പഴം കഴിച്ചു എന്നുണ പറഞ്ഞ ഭർത്താവിനെ പറ്റിച്ചു. ആത്മദേവനാവട്ടെ സിദ്ധാത്മാവ് ജ്യോതിഷികളൊക്കെ പോയി കണ്ടിട്ട് ഇനി തനിക്കുണ്ടാകാൻ പോകുന്നതായ സന്തതിയെ കുറിച്ചുള്ളതായ സന്തോഷമായ ചിന്തകളുമായിട്ട് കഴിയണു. ഇവിടെ ഭാര്യ ധുന്ധുളി ഗർഭവതിയെ പോലെ അഭിനയിച്ച മാസങ്ങൾ 7ഉം 8ഉം ഒക്കെ ആയപ്പോ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അനിയത്തിയുടെ കൂടെ പോയി താമസാക്കിയതുമായി. അനിയത്തിയുടെ പോയി താമസാക്കി അനിയത്തി പ്രസവിച്ച് ഉണ്ണിയുണ്ടായി മരിച്ചുപോയി എന്ന് ആത്മദേവനെ ധരിപ്പിച്ചു. പിന്നീട് ആ കുട്ടിയെ സ്വീകരിച്ച് തന്റെ കുട്ടിയായി താനും പ്രസവിച്ച് ഉണ്ണിയുണ്ടായിരിക്കണോ എന്ന് ആത്മദേവനെ ധരിപ്പിച്ചു. ഇതിനിടയിൽ ആ പഴം കഴിച്ച് ഗർഭവതിയായ പയ്യും പ്രസവിച്ച് പൈക്കുട്ടിയായിരുന്നില്ല. ചെവി മാത്രം പശുവിനെ പോലെയുള്ള ഒരു ദേവസമാനനായ കുമാരൻ ഗോകർണൻ എന്ന പേരിൽ ആ കുമാരനും വളർന്നു വരണു. ഈ ധുന്ധുകാരി എന്ന് പേരിട്ടതായ അനിയത്തിയുടെ മകനെ തന്റെ മകനായി സ്വീകരിച്ച് ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്നതായ ധുന്ധുകാരി മഹാഖലനായിട്ടും ഭീകരനായിട്ടും ഗോകർണൻ എന്ന പശു പ്രസവിച്ചുണ്ടായതായ ദേവസമാനനായ കുമാരൻ പരമസാത്വികനായിട്ടും ഭക്തനായിട്ടും മാറണു. 2 കുട്ടികളും വളർന്നു വരണു. ഏട്ടന്റെ ഈ വക സ്വഭാവങ്ങൾ കണ്ട അനിയൻ ഗോകർണൻ തീരുമാനിച്ചു ഇവിടെ കൂടുതലല്ല നല്ലത്. ഉപനയനമൊക്കെ കഴിഞ്ഞ് ഗായത്രി മന്ത്രമൊക്കെ ജപിച്ച് അനിയൻ ഗോകർണൻ ഇല്ലം വിട്ട് പോയി കഴിഞ്ഞു. പിന്നെ അവിടെ 18 വയസ്സ് പ്രായമായ ധുന്ധുകാരിയുടെ ആധിപത്യമായി അഹങ്കാരിയായ അവൻ അച്ഛനെയോ അമ്മയെയോ ദ്രോഹിക്കാനായിട്ട് തുടങ്ങി. ആത്മദേവനാവട്ടെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഗോകർണൻ ഒരിക്കൽ തിരിച്ചു വരണതും ഗോകർണനോട് അച്ഛൻ ആത്മദേവൻ, ഉണ്ണി ഗോകർണൻ എൻ്റെ ഒരു ഏട്ടൻ കാരണം ഞാനിവിടെ കിടന്ന് വട്ടം തിരിയാണ്, സമാധാനം കിട്ടണില്ല. അപ്പൊ ഗോകർണൻ അച്ഛനോട് പറഞ്ഞു, എല്ലാവരുടെയും സമാധാനം എങ്ങനെയാ? അയാൾ കാരണിക്ക് സമാധാനം കിട്ടില്ല, മറ്റാൾ കാരണിക്ക് സമാധാനം. സത്യത്തിൽ വേറൊരാൾ കാരണമല്ല, അവനവൻകാരനാണ്. അവനവന്റെ കർമ്മങ്ങളാണ് നമുക്ക് സമാധാനം ഇല്ലാണ്ടാവാൻ കാരണം. ആ കർമ്മങ്ങളുടെ കെട്ടുകൾ പൊട്ടിക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, ഭഗവാനെ ആശ്രയിക്കുക. ആശ്രയിക്കാനുള്ള എളുപ്പ വഴി ഭാഗവത ഉപാസനയാണ്. അച്ഛനിപ്പോ ഈ വയസ്സുകാലത്തിന് ഭാഗവതം മുഴുവനൊന്നും വായിക്കാൻ നേരില്ലാച്ചാലും വേണ്ടില്ല, ആ ദശമസ്കന്ധം കൃഷ്ണകഥകള് വായിച്ചാൽ സമാധാനം കിട്ടും എന്ന് ഗോകർണം പറഞ്ഞപ്പോ ആത്മദേവൻ ഭാഗവത ഉപാസന ആരംഭിച്ചു. കൃഷ്ണകഥകള് പാടി 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 ധുനുതേ കർമ്മവാസനാം എന്ന് നാമസ്കന്ധത്തിൽ അവസാനം കൃഷ്ണാവതാരത്തിന് മുൻപായിട്ട് ശിശുബ്രഹ്മർഷി പറയണ്ടേ, എന്തായി ഭാഗവതം അങ്ങനെ വായിച്ചാൽ ഉണ്ടാവുക? ധുനുതേ കർമ്മവാസനാം, നമ്മളിലുള്ള കാമവാസനകള്, കർമ്മവാസനകള്, ജന്മജന്മാന്തരങ്ങളായ ദുരിതവാസനകള്, സ്വഭാവങ്ങള് എല്ലാം മാറി മാറി സൽസ്വഭാവങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആത്മദേവൻ ഇപ്പോൾ കൃഷ്ണ ഭക്തനായിട്ട് മാറി. ഭാര്യയെന്നോ മക്കളെന്നോ കുടുംബമെന്നോ ബന്ധമെന്നോ എല്ലാ അറ്റാച്ച്മെന്റുകളിൽ നിന്നും അദ്ദേഹം ഇത് മുക്തനായി തീർന്നു. പിന്നീട് അവിടെ ധുന്ധുകാരിയും അമ്മ ധുന്ധുളിയും മാത്രമായി. അനിയത്തിയുടെ മകനെ തന്റെ മകനായി സ്വീകരിച്ച് ഭർത്താവിനെ വഞ്ചിച്ചതിന്റെ ആ മഹാപാപം ഇപ്പോൾ ഇത് ധുന്ധുളിയും അനുഭവിക്കാനായിട്ട് തുടങ്ങി. അവസാനം ധുന്ധുളിയും ഒരു ആത്മഹത്യ തന്നെ രക്ഷ എന്ന നിലയ്ക്ക് കിണറ്റിൽ ചാടി മരിക്കുകയായിരുന്നു. ധുന്ധുളിയുടെ ജീവനോടെ പ്രേതമായിട്ട് മാറി. ധുന്ധുകാരിയാവട്ടെ ആ ബ്രാഹ്മണ ഗൃഹം ഒരു വേശ്യാലയമാക്കി തീർത്തു. 4-5 വേശ്യാസ്ത്രീകളെ കൊണ്ട് വന്ന് പാർപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊള്ളയും കൊലയുമായിട്ട് ഒരിക്കൽ രാജഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് ആഭരണങ്ങളുമായിട്ട് വന്ന് ഇവരുടെ മുമ്പിൽ സമർപ്പിച്ചു. ഇവർ5 പേരും കൂടി ആലോചിച്ചു, ഇത് കട്ട മുതലാണ്, പോലീസുകാർ പിന്നാലെ വരും, കള്ളനെ പിടിക്കുമ്പോ കളവ് മുതൽ ഒളിപ്പിച്ച നമ്മളെയും പിടിക്കും, ഏതായാലും നമുക്ക് തന്നെ ഭവിക്കാം, ഇവന്റെ കഥ കഴിക്കാം. രാത്രി കുടിച്ചു ബോധമില്ലാണ്ട് അവൻ മറിഞ്ഞു വീണപ്പോൾ കയറെടുത്ത് വരിഞ്ഞു മുറുക്കി ഭീകരമാവണ്ണം ആ ഭീകര സ്ത്രീകൾ 5 പേരും കൂടി ആ ധുന്ധുകാരിയെ കൊലപാതകം ചെയ്ത് കട്ട മുതലുമായിട്ട് നാട് വിട്ടു. പ്രേതമായിട്ട് ധുന്ധുകാരി അവിടെ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കണു. ആ ഇല്ലമെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അവിടെയെല്ലാം കാട് പിടിച്ചു. കാലം കുറെ കഴിഞ്ഞു. ഒരിക്കൽ ഗോകർണൻ തന്റെ തീർത്ഥാടന യാത്രക്കിടയിൽ നാട്ടിൽ വന്ന് പണ്ട് ഇല്ലം ഇവിടെയായിരുന്നു എന്നുള്ള നിലയ്ക്ക് ആ ഇല്ലത്തറയിൽ അങ്ങനെ രാത്രി കിടക്കുമ്പോഴാണ് പ്രേതത്തിന്റെ വരവ്. ആരുടെ പ്രേതാണെന്ന് ചോദിക്കുമ്പോഴാണ്, അയ്യോ ഞാൻ തന്റെ ഏട്ടനാണ്,
ധുന്ധുകാരിയാണ്, എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഏട്ടൻ മരിച്ചു എന്ന് കേട്ട് ഞാൻ അവിടെ ഗയാശ്രാദ്ധ കൂട്ടിയല്ലോ. ഇല്ല അലിയ, 100 ഗയാശ്രാദ്ധ കൂട്ടിയാലും എന്റെ പാപത്തിന് പരിഹാരമാവും തോന്നുന്നില്ല. മറ്റെന്തെങ്കിലും പരിഹാരം അന്വേഷിക്കൂ. വിളിച്ചാവുമ്പോ നാട്ടുകാരൊക്കെ വന്നു ഗോകർണനെ കണ്ടു. ഏട്ടൻ ഇപ്പോഴും ഗതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവര് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണെന്ന് അവരും. ഏട്ടനെ കുറിച്ച് അവർക്കും അറിയാം. എന്നാലും വീട്ടിലെ എന്റെ ഏട്ടനല്ലേ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നായി പരിഹാരങ്ങൾ അന്വേഷിച്ച ഒരു പരിഹാരവും സാധിച്ചില്ല. അവസാനം ഉദിച്ചുയർന്നു വരുന്ന സൂര്യനാരായണനോട് എന്റെ ഏട്ടനെ രക്ഷപ്പെടുത്താൻ എന്താ പരിഹാരം വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ആദിത്യ ഭഗവാൻ പറഞ്ഞു, സപ്താഹമായി ഭാഗവതം വായിക്കൂ. ഗോകർണന് വായനക്കാരനായതുകൊണ്ട് അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ഇല്ലത്തറയില് പന്തലൊക്കെ കെട്ടി ഗോകർണൻ തന്നെ ഭാഗവത പാരായണം ആരംഭിച്ചു. വായന ഉണ്ടെന്ന് കേട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിരുന്നായിരുന്നു. ആരത്ര ശ്രദ്ധിച്ചായിരുന്നൊന്നുമില്ല. ഏട്ടനെ, പ്രേതാവസ്ഥയിലുള്ള ജ്യേഷ്ഠനെ ആവാഹിച്ച് ആ സപ്താഹ മണ്ഡപത്തിന്റെ മുള കൊണ്ടുള്ളതായ തൂണിന്റെ ഒരു തൂണില് ആവാഹിച്ചിരുത്തി. ഓരോ ദിവസവും പാരായണം കഴിഞ്ഞ് നിർത്തുമ്പോ ഒരു ശബ്ദം കേട്ടാൽ, മുളയുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടാൽ ആൾക്കാരിങ്ങനെ കൂടാൻ തുടങ്ങി. ഭാഗവതം കേട്ടിട്ടല്ല, ഭാഗവതം കേട്ടിട്ടുള്ള ആൾക്കാർ, ഭാഗവതം കേട്ടിട്ടുള്ള ആൾക്കാർ കൂട്ടില്ല. എന്താ അവിടെ ശബ്ദം എന്ന് പറഞ്ഞ ആൾക്കാരിങ്ങനെ കൂടാൻ തുടങ്ങി. അപ്പൊ എല്ലാ ദിവസവും ഉണ്ട്. വൈകുന്നേരം അവിടെ ശബ്ദം കേൾക്കാൻ വേണ്ടി ആൾക്കാരിങ്ങനെ കാത്തിരിക്കുക. 7-ാം ദിവസം മുള പിളർന്ന് ഭഗവാനോട് പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും എല്ലാവരും നമസ്കരിക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ഭഗവാനൊന്നുമല്ല, എന്നെ എല്ലാം നമസ്കരിക്കേണ്ടത്. ഭഗവാനല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭഗവാനെ കുറിച്ച് ഇങ്ങനെയാണ് ധരിച്ചിട്ടുള്ളത്. ശംഖ ചക്ര ഗദാ പത്മധാരിയൊക്കെ ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഭഗവാനെ ധരിച്ചിട്ടുള്ളത്. അല്ല, ഞാനിവിടെ ഭാഗവതം കേട്ടിരുന്ന ഈ വായനക്കാരന്റെ ഏട്ടനാണ്, ധുന്ധുകാരിയാണ്. ഗോകർണന് തന്നെ വിശ്വാസമാണല്ലേ, ഏട്ടന് ഇങ്ങനെ മാറ്റം വരിക എന്ന് ഗോകർണന് തന്നെ വിശ്വാസമാണല്ലേ. അപ്പോഴേക്ക് ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിമാനം വരണു. വിമാനം കൊണ്ടുവന്നതായ പാരിഷുതന്മാരോട്, വിശ്വപാരിഷുതന്മാരോട് ഗോകർണൻ ചോദിച്ചു, ഇതെന്ത് കഥ? ഞാൻ ഈ ഭാഗവതം വായനയായിട്ട് എത്ര കാലമായി നടക്കണു? ഒരാളും വിമാനമായിട്ട് നേരെ വന്നിട്ടില്ല. അപ്പൊ ഏട്ടൻ പ്രേതമായിട്ട് ഒരു സപ്താഹം കേട്ടപ്പോഴേക്കും വിമാനമായിട്ട് കൊണ്ടുപോകാൻ വരാൻ എന്താ കാരണം ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഏട്ടൻ കേട്ടതുപോലെ ഈ ലോകത്തിൽ വേറെ ആരും കേട്ടിട്ടില്ല. അങ്ങനെ വായിക്കണ്ടെന്നല്ലാണ്ട് ശ്രദ്ധിച്ച് വായിക്കൽ പതിവുണ്ടോ? ഓരോ മനോരഞ്ജനം വിചാരിച്ചുകൊണ്ട് വായിക്കാന്നല്ലാണ്ട് ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് ഇതിന്റെ ഫലം കിട്ടുക. ഈ പ്രേതമായിരുന്ന ധുന്ധുകാരി എനിക്കിതല്ലാതെ മറ്റൊരു ഗതിയുമില്ല എന്നുള്ളതായ ആ അടിയുറച്ച വിശ്വാസവുമായി, ഭക്തിയുമായി, ശരണാഗതിയുമായി പകൽ മുഴുവൻ ഇരുന്ന് കേൾക്കുകയും രാത്രി മുഴുവൻ കേട്ടതിനെ മനനം ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ്, ആ മനസ്സ് മുഴുവൻ ഭഗവൻ മയമായത് കൊണ്ടാണ് മോക്ഷം കിട്ടാനായിട്ട് കാരണം. ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടാൽ എല്ലാവർക്കും ഇത്തരത്തിലുള്ളതായ അനുഭവം ഉണ്ടായിത്തീരും. അപ്പൊ കേൾക്കാൻ വേണ്ടി വന്ന കുറെ ആൾക്കാര് ശ്രദ്ധിച്ച്, ഞങ്ങളെ ശബ്ദം കേൾക്കാൻ വേണ്ടി വന്നോ വൈകുന്നേരം ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കാമായിരുന്നു. ഗോകർണന് എവിടെയെങ്കിലും വായന ഉണ്ടോ എന്നെങ്കിൽ ഞങ്ങൾ കൂടി പിന്നാലെ പോരാൻ തീരുമാനിക്കുക. ഗോകർണൻ ഞാൻ വേറെ വായനയൊന്നും കേട്ടിട്ടില്ല, നിങ്ങളൊക്കെ കേട്ടിട്ട് മതിയായിട്ടില്ല. ഈ 12 പൊളിക്കണ്ട, ഇവിടെ തന്നെ ഇരുന്ന് ഇന്ന് തന്നെ മഹാത്മ്യമായിച്ചൊരു സപ്താഹം കൂടി നടത്താം. അങ്ങനെ ഗോകർണൻ വീണ്ടും ഇത് അടുത്ത സപ്താഹം നടത്തി. ഭാഗവതത്തിന് മഹാത്മ്യം, പ്രേതം പോലും ഭാഗവതം കേട്ട് മുക്തനായി തീർന്നിരിക്കുന്നു എന്നുള്ളതായ അനുഭവികവേദ്യമായ ആ മഹാത്മ്യം കേട്ട് നാട്ടുകാര്, മറുനാട്ടുകാര് പലരും വന്ന ആ സദസ് നിറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു. 7-ാം ദിവസം സപ്താഹം കഴിയുമ്പോൾ അനേക വിമാനങ്ങൾ വരണു. അതിൽ ഗോകർണൻ നാട്ടുകാരോടും ഭാഗവതം കേട്ടവരായ എല്ലാവരോടും കൂടി കയറി ഒന്നിച്ചിത് ഗോലോകത്തിലേക്ക്, ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരണു. എന്നാ ധുന്ധുകാരിയുടെ കഥ പറഞ്ഞ്, പ്രേതം പോലും ഭാഗവതം കേട്ട് മുക്തനായിട്ടുള്ളതായ കഥ പറഞ്ഞ് സനകാദികൾ നാരദനോട് ഇപ്പൊ സംശയം തീർന്നില്ലേ? ഭാഗവതം കേട്ടാൽ പ്രാരബ്ധം തീരുമോ, പാപം തീരുമോ, ജീവിതത്തിൽ ദുരിതം തീരുമോ എന്നുള്ളതായ സംശയം തീർന്നില്ലേ എന്ന് ചോദിച്ചു. നാരദൻ സംശയം തീർന്നു. ഇനിയിപ്പോ ഒരു കാര്യം അറിയണം, എന്താ വെച്ചാൽ നാളെ മുതൽ 7 ദിവസമായിട്ട് നടത്തുന്നതിന്റെ ഒരു കാര്യങ്ങൾ കമ്മിറ്റിക്കാരൻ ഞാനായതുകൊണ്ട് എങ്ങനെയൊക്കെയായി ഭാഗവത സപ്താഹം നടത്തേണ്ടത് എന്നുകൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്ന് പറയുമ്പോഴാണ് പുരാണത്തിൽ ഉത്തരഖണ്ഡത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ എങ്ങനെ ഭാഗവത സപ്താഹം നടത്തണം എന്നതിന്റെ വിവരണമാണ്. ഭാഗവത സപ്താഹം നടത്തണന്റെ കാര്യത്തിൽ ഒരാൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. 6-ാമത്തെ അധ്യായത്തിൽ വായിച്ചു നോക്കാൻ പറഞ്ഞാൽ 6-ാമത്തെ അധ്യായത്തിൽ വളരെ വിസ്തരിച്ച് യജ്ഞം നടത്തേണ്ടതായ കാര്യം പ്രതിപാദിച്ചിരിക്കുന്നു. സുപ്രഭാതമാകുന്നതോടുകൂടി യജ്ഞവേദിയിൽ വന്ന കൂട്ടത്തോടുകൂടി എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതായ പ്രാർത്ഥനാ മന്ത്രങ്ങളും പിന്നീട് കീർത്തനങ്ങളൊക്കെ ചൊല്ലി ഈ ഭാഗവത മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അതിൻ്റെതായ അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ 7 പകലുകളായി 7 അഹസ്സുകളായി ഈ സപ്താഹം നടത്തേണ്ടതായ വിധിയെക്കുറിച്ചാണ്. സപ്താഹ ശ്രവണ വിധി എന്നാണ് 6-ാമത്തെ അധ്യായത്തിന്റെ പേര്. അതിൽ വിസ്തരിച്ചത് ഒരു ഉത്സവം നടത്തുന്നത് പോലെയാണ്. ശരിക്കും സപ്താഹം നടത്തുന്നതിന്റെ ആ വിധി ഇതിൽ പറയുന്നത് പോലെ നടത്തുക വെച്ചാൽ
വലിയൊരു മഹോത്സവം പോലെ കൊടിയേറ്റമൊക്കെ ആയിട്ടും കഴിയുന്ന ദിവസം ആറാട്ടായിട്ടും കേരളത്തിൽ പല ആചാര്യന്മാരും അത്തരത്തിൽ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും വലിയ മഹോത്സവമായിട്ട് നടത്തിയിരുന്ന ആള് ഭാഗവത ഹംസം വള്ളിയൂര് അദ്ദേഹമായിരുന്നു. തെറ്റുടുത്ത് ഉത്തരീയമൊക്കെ ഇട്ട് വളരെ വിസ്തരിച്ചതിന്റെ ശുദ്ധത്തോടു കൂടിയിട്ടുള്ളതായ പാരായണാദികളൊക്കെ നടത്തിയിരുന്ന ആളായിരുന്നു അദ്ദേഹം. ഗുരുവായൂരപ്പദാസ, എന്റെ ഗുരുനാഥൻ, മറ്റ് ആഞ്ഞൻ തിരുമേനി തുടങ്ങി ഓരോരുത്തരുടെയും ആ ഒരു ശൈലി വ്യത്യസ്തമാണ്. അതിൽ പ്രധാനം ഇതൊരു മഹോത്സവമാവുക എന്നുള്ളതല്ല, കേൾക്കണവർ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ കേൾക്കാനുള്ള ശ്രദ്ധ വർദ്ധിപ്പിക്കാമോ ആ രീതിയിലെല്ലാം അത് മഹോത്സവമാക്കി തീർക്കാം എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. നമുക്ക് അത്തരമൊരു വലിയ 7 ദിവസങ്ങൾ എല്ലാവർക്കും ചെലവഴിക്കാനുള്ളതായ സമയമില്ല. തിരക്ക് പിടിച്ച അമേരിക്കയിലെ ജീവിതത്തിനിടയിലായതുകൊണ്ട് നാളെയും മറ്റന്നാളും ശനി ഞായറും ഒരു ഹോളിഡേയ്സ് ആയതുകൊണ്ട് കുട്ടികളോടുകൂടി കുടുംബത്തോടു കൂടി വന്നിരുന്നത് കേൾക്കാനുള്ളതായ ഒരു അവസരം ഇവിടെയും ഭഗവാൻ അനുവദിച്ചു തന്നിരിക്കുകയാണ്. ആ മഹാത്മ്യത്തിന്റെ അവസാന ശ്ലോകങ്ങളിലത്തെ ശ്ലോകമാണ് ഞാൻ ആദ്യം ചൊല്ലിയതായ അസാരേ സംസാരേ വിഷയ വിഷസംഗ അകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത സുഖഗാഥ അതുലസുധാം എന്നുള്ളതായ ശ്ലോകം. ഇത്രയും രസകരമായ ഒരു 1.5 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്റെ മനസ്സ് വേറെവിടേക്കും പോയിട്ടില്ല, നിങ്ങളുടെ മനസ്സും വേറെവിടേക്കും പോയിട്ടില്ല. നമ്മുടെ എല്ലാ മനസ്സ് ഭഗവാന്റെ അടുത്തേക്കാണ് ഇത്രയും നേരം ഒരു പ്രവാഹമായിട്ട് മാറിയത്. അങ്ങനെ നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിച്ചുവിടാൻ കഴിവുള്ള ഈ അമൃത കഥകള്, ഭാഗവത കഥകള് ഉള്ളപ്പോൾ മറ്റു കഥകളുടെ പിന്നാലെ, മറ്റോരോരോ ചിത്രീകരണങ്ങളുടെ പിന്നാലെ പോയി മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കണോ എന്നതായ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഭാഗ്യവാന്മാരെ ഭാഗവതം കേൾക്കാൻ എല്ലാവരും വരൂ വരൂ എന്നുള്ളതായ ഒരു ക്ഷണത്തോടു കൂടിയിട്ടാണ് ഈ ഭാഗവത മഹാത്മ്യം സമർപ്പിക്കുന്നത്. ഇത്രയും സൂതൻ പറഞ്ഞു നിർത്തിയപ്പോ ഭാഗവത മഹാത്മ്യം കേട്ടപ്പോ ഒരു ചോദ്യം കൂടി കേട്ടിരിക്കുന്ന സൗനകാദി മഹർഷിമാർ ചോദിക്കണു. ആ ചോദ്യം ഇന്നതാണ്. ഇതൊക്കെ നടന്നതായ ഡേറ്റും കൂടി കിട്ടിയത്. ഞാനിവിടെ പറഞ്ഞു, ആദ്യമായിട്ട് 2010 ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഞാൻ അമേരിക്കയിൽ എത്തിയത് കൂട്ടുകാരോട് കൂടിയിട്ട് എന്നുള്ളത് പോലെ ഈ നടന്ന സംഭവങ്ങളുടെ ആ കൃത്യമായ ഡേറ്റും കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്ന് സൗനകാദി മഹർഷിമാര് അറിയിച്ചപ്പോൾ സൂതൻ പറയണു, കലിയുഗം തുടങ്ങിയിട്ട് ഇപ്പോൾ 5000-ലധികം കൊല്ലങ്ങൾ കഴിഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ എന്ന തന്റെ ആ കൃഷ്ണ സ്വരൂപത്തെ മറച്ചുവോ, ഭാഗവതത്തിലേക്കാണ് ഭഗവാൻ ആ കൃഷ്ണ സ്വരൂപത്തെ മറച്ചത് എന്ന് ഭഗവാൻ തന്റെ സ്വരൂപത്തെ ഭാഗവതത്തിലേക്ക് മറച്ചുവോ, ആ സ്വധാമ ഗമനത്തോടു കൂടിയാണ് കലിയുഗം തുടങ്ങുന്നത്. അങ്ങനെ കലിയുഗം തുടങ്ങിയിട്ട് ഇപ്പോൾ 5000-ലധികം കൊല്ലങ്ങളായി. ഈ ആദ്യ സപ്താഹം നടക്കുന്നത് കലിയുഗം തുടങ്ങിയിട്ടൊരു 30 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്. കലിയുഗം തുടങ്ങുന്ന സമയത്ത് പാണ്ഡവരുടെ മുക്തിക്ക് ശേഷം ഭാരതത്തിന്റെ അന്നത്തെ ചക്രവർത്തി പാണ്ഡവ പൗത്രനായ പരീക്ഷിത്ത് മഹാരാജാവായിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് 7-ാം ദിവസം തക്ഷകന്റെ കടികൊള്ളുമെന്നതായ ശാപം കേട്ട് കൊട്ടാരം വെട്ടി ഇറങ്ങി ഗംഗാതീരത്ത് വന്നിരുന്ന ആ പരീക്ഷത്തിന്റെ മുമ്പിൽ വേദവ്യാസപുത്രൻ ശ്രീ ശുകബ്രഹ്മർഷി ആദ്യമായി സപ്താഹം നടത്തിയതായ ആദ്യത്തെ സപ്താഹം നടന്നത് കലിയുഗം തുടങ്ങിയിട്ട് 30-ാമത്തെ കൊല്ലമായിരുന്നു. പിന്നെ ഒരു 200 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഈ ഗോകർണന്റെ പ്രേതവേർപാട് വായനുണ്ടായത്. ഏട്ടനെ പ്രേതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഗോകർണന്റെ വലിയൊരു സദസ്സൊന്നും ആയിരുന്നില്ല. ഏട്ടന് വേണ്ടിയിട്ട്, പ്രേതത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതായ വായന 2-ാമത്തെ വായനയായിരുന്നു, സപ്താഹമായിരുന്നു. അതേ വേദിയിലാണ് 3-ാമത്തെ ഗോകർണന്റെ തന്നെ സപ്താഹം ഉണ്ടായത്. ഈ 3 സപ്താഹങ്ങളുടെ കഥയാണ് മഹാത്മ്യമായിട്ട് സനകാദികള് നാരദനെ പറഞ്ഞു കേൾപ്പിക്കുണ്ടായത്. അത് വീണ്ടും ഒരു 19 കൊല്ലത്തിന് ശേഷമാണ് സനകാദികളുടെ ഈ സപ്താഹം ഉണ്ടായത്. സനകാദികളുടെ ഈ സപ്താഹം നടന്നതിന് ശേഷമാണ് വേദവ്യാസൻ ഈ മഹാത്മ്യം എന്ന ചിത്രീകരണം, ഈ നടന്ന സംഭവം, നാരദൻ നടത്തിയ സപ്താഹം, സനകാദികൾ ആചാര്യന്മാരായിട്ട് നടത്തിയതായ സപ്താഹം, അതിന്റെ മഹാത്മ്യം പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലേക്ക് കൂട്ടിച്ചേർത്തത്. സനകാദികളുടെ ആ സപ്താഹം മഹാത്മ്യത്തോടു കൂടി ആരംഭിക്കുന്ന സമയത്ത് അവിടെ ഇത് ഭക്തി മഹാറാണി അതിസുന്ദരിയായി ഊർജ്ജസ്വലതയോടുകൂടി
രണ്ട് കുട്ടികളെ കൈ പിടിച്ചുകൊണ്ട് നൃത്തം വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്നൊക്കെ നാമം ജപിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് എത്തിച്ചേരണോ. നാരദന് അത്ഭുതമായി, ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, മനസ്സിലായില്ല, ഇവിടെ ഒരു പരിചയമുണ്ടല്ലോ. അപ്പോഴാണ് പറഞ്ഞത്, നമ്മൾ കുറച്ചു മുമ്പ് കണ്ടിട്ടേ ഉള്ളൂ, ആ യമുനാ തീരത്ത് ഞാൻ കിടന്ന് പട്ടം തിരിയുമ്പോൾ അങ്ങ് വന്നിട്ടല്ലേ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നത്. ഇവിടെ സപ്താഹം കേട്ടപ്പോൾ, ഭാഗവതത്തിന്റെ കഥകൾ കേട്ടപ്പോൾ ഞാൻ ഉണർന്നു, ഇവരും ഉണർന്നു. ഈ കുട്ടികളെയും കൊണ്ട് ഞാനിതാ വന്നിരിക്കുകയാണ്, നിങ്ങൾ എവിടെ ഇരിക്കേണ്ടതെന്നൊന്ന് സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ സനകാദികൾ പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നാൽ പറ്റില്ല, ഈ സദസ്സിലുള്ളവരായ എല്ലാവരുടെയും ഹൃദയമാണ് നിങ്ങളുടെ സ്ഥാനം എന്ന് ഭക്തിക്കും ജ്ഞാനവൈരാഗ്യങ്ങൾക്കും അവിടെ സ്ഥാനം കൽപ്പിച്ചു. അങ്ങനെ മഹാത്മ്യത്തോടു കൂടി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ അവിടെ നൃത്തം വെച്ചുകൊണ്ടിരിക്കെ ഭഗവാൻ തന്നെ ഇത് ഭക്തന്മാരോടുകൂടി എത്തിച്ചേരണു. ഇന്ദ്രോവാദീൻ മൃദംഗം, ആദ്യത്തെ സപ്താഹത്തിൽ വന്ന് അമൃത് കൊടുത്ത് പകരം ഭാഗവതം കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ശ്രമിച്ചു എങ്കിൽ ഇപ്പോൾ ഇത് ഇന്ദ്രാദികൾ ദേവന്മാർ എല്ലാവരും ഈ നാലാമത്തെ സപ്താഹമായപ്പോൾ ഈ സ്വർഗവും വേണ്ട, അമൃത കഴിക്കലും വേണ്ട, ഉർവശിയുടെ ഡാൻസും വേണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് ഡാൻസ് പ്രോഗ്രാമാണ് ഇവിടെയാവാന്ന് പറഞ്ഞ എല്ലാവരും കൂടി ഇവിടെ വന്ന് ആ ഇന്ദ്രാദികളോടുകൂടി ഭഗവാൻ ഇത് എത്തിച്ചേരണു. അങ്ങനെ ഭക്തന്മാരോടുകൂടി ഭഗവാനും ആ സദസ്സിലേക്ക് വന്നു. ഭഗവാൻ സനകാദികളോട്, എനിക്ക് സന്തോഷമായി, നിങ്ങൾ എന്റെ കഥ പറയാനല്ലേ പുറപ്പെടുന്നത്, സന്തോഷമായി, എന്തെങ്കിലും വരം ചോദിക്കൂ, വരം ചോദിക്കൂ എന്ന് പറയുമ്പോൾ സനകാദികൾ പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റൊന്നും വരം വേണ്ട, ഇനി എവിടെ ഭക്തന്മാർ ഇപ്രകാരം അവിടുത്തെ കഥകൾ പറയാനായിട്ട് രംഗസജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ട് ഭാഗവത പാരായണത്തിനായിട്ട് പുറപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം എത്തിച്ചേരണേ എന്ന് അന്ന് സനകാദികൾ ഭഗവാനോട് അപേക്ഷിച്ചു. ഭഗവാൻ ശരി എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഇന്നും ഇത് നമ്മൾ വെക്കണത് ഒരു വിഗ്രഹമാണ്, നമ്മൾ വെക്കണത് ഒരു ഫോട്ടോ ആണ്, നമ്മൾ കൊളുത്തണത് ഒരു വിളക്കാണ്. പക്ഷെ അവിടെയെല്ലാം സാന്നിധ്യം ചെയ്യണത് ഭഗവാനാണ്. ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യത്തോടു കൂടി ഭഗവാൻ നമ്മളെ ഇത് അനുഗ്രഹിക്കാൻ തയ്യാറായിരിക്കുന്നു. നാളെ 9 മണിയോടുകൂടി നമുക്ക് ആരംഭിച്ച ഒരു മണിക്കുള്ളിൽ ഒരു 4 മണിക്കൂർ ഒരു ഇന്റർവെല്ലൊക്കെ ആയതുകൊണ്ട് മറ്റന്നാൾ അത്തരത്തിൽ തന്നെ ഒരു 2-3 മണിക്കൂർ ഭഗവതത്തിന്റെ ആ ഒരു ആസ്വാദനത്തിനായി നിങ്ങൾ എത്രയോ പുണ്യം ചെയ്തവരാണ്, സുഹൃതികളായ പുണ്യം ചെയ്തവരായ ഭാഗ്യവാന്മാരായ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധയാണ് എനിക്കും എന്നെ തന്നെ മറന്ന് എന്തോ പറയാനായിട്ട് സാധിച്ചത്. ഏതായാലും ഈ മഹാത്മ്യ സുദിനത്തിൽ തന്നെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നാളെയും മറ്റന്നാളും ഞാൻ പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഭാഗവതത്തിന്റെ ആ ഒരു